അസംബന്ധം പറയരുത്. ഒരു ജയശങ്കർ താങ്കളുടെ അവസരത്തിൽ തിരുത്തി പറഞ്ഞു. ഞാൻ പറയുന്നത് തെറ്റാണ്, താങ്കൾ തിരുത്തിക്കോ. ഈ ജയശങ്കർ തൃപ്പൂണിത്തറയിൽ എം സ്വരാജ് നടത്തിയ വികസന പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞു. ഏത് വികസനം? കേരളത്തിൽ പിണറായി വിജയന്റെ തുടർഭരണം കിട്ടുന്ന 99 സീറ്റിൽ ജയിക്കുമ്പോൾ പോലും തൃപ്പൂണിത്തറയിൽ സിറ്റിംഗ് സീറ്റിൽ തോറ്റ എം സ്വരാജാണ് അത്ര മികച്ച സ്ഥാനാർത്ഥി. ജയശങ്കർ വക്കീലിന്റെ വീഡിയോ ഞാനും കണ്ടതാണ്. നിങ്ങൾ അത് കൃത്യമായിട്ടൊന്ന് കേട്ടാ മതി. അരുൺകുമാർ ഒന്ന് നിർത്ത്. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ താങ്കളുടെ അവസരത്തിൽ തിരുത്തു. ഒരു മിനിമം മര്യാദ കാണിക്കൂ. ഈ ചർച്ച കാണുന്ന താങ്കളുടെ പാർട്ടിക്കാർക്കെങ്കിലും താങ്കൾ പറയുന്നത് ശരിയാണെന്ന് തോന്നണ്ടേ? ഒരു മിനിമം മര്യാദ കാണിച്ചോ. അല്പനേരം മിനിമം മര്യാദ കാണിക്കൂ. ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ ഈ ചോദ്യത്തിനുള്ള മറുപടി നാട്ടുകാർ തന്നോളും. ഇനി അല്ല, അനാവശ്യം പറഞ്ഞതൊന്നല്ല. കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും ഇത്രയും കാലം അതിനെ കുറിച്ചിട്ട് ഇനി ലീഗിന് സങ്കടമുണ്ട്. കേരളത്തിലെ ലീഗ് ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളുടെ സങ്കടമുണ്ട്. ഞങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന്റെ CIA യൂണിഫോം സിവിൽ കോഡിനെതിരെ, വഖഫ് അമെന്റ്മെന്റിനെതിരെ, അല്ലെങ്കിൽ പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ഒക്കെ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ, നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ, കേരളത്തിലെ പിണറായി വിജയന്റെ സർക്കാരിന് അത് കലാപാഹനമായിട്ട് തോന്നുമ്പോൾ, ആ സമയത്തൊക്കെ മിണ്ടാതിരുന്ന ആ പരന്ന വായനക്കാരനോട് ലീഗ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളിൽ വിഭാഗത്തിൽ പെടുന്ന മുഴുവൻ മനുഷ്യർക്കും പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം വോട്ടായി രേഖപ്പെടുത്താൻ പോകും. ഇനി ഹിന്ദു മഹാസഭയുടെ പിന്തുണ വാങ്ങിയിട്ട് ഡൽഹിയിലെ ജുമാ മസ്ജിദ് പൊളിച്ചു മാറ്റണമെന്ന് കോടതിയിൽ പോയി ഹർജി കൊടുത്ത ഹിന്ദു മഹാസഭയുടെ പിന്തുണ വാങ്ങിയ LDFന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ചിട്ട് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് എതിർപ്പുണ്ട്. മാത്രമല്ല, ഹിന്ദു രാഷ്ട്ര നിർമ്മിതിയെ കുറിച്ചിട്ട് നിരന്തരം പറയുന്ന RSSനെതിരെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരിക്കലെങ്കിലും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയോ പിണറായി വിജയനോ സംസാരിച്ചിട്ടുണ്ടോ? RSSനെതിരെ ഒരിക്കലെങ്കിലും ഒന്ന് മുരടനക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? അങ്ങനെ പറയണം. അങ്ങനെ പറഞ്ഞിട്ട് വേണം നിങ്ങളുടെ മതനിരപേക്ഷതയുടെ പരന്ന വായനക്കാരെ കേരളത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ. ആശാ വർക്കർമാർ എന്തിനു വേണ്ടിയാ സമരം ചെയ്തത്? റബ്ബർ കർഷകർക്ക് 250 രൂപ താങ്ങുവില കൊടുത്തോ? നിങ്ങൾ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് 2500 രൂപ ക്ഷേമ പെൻഷൻ ഉറപ്പ് കൊടുത്തോ? ഇതൊന്നും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. ചൂരൽമല വിഷയത്തിൽ ഇവിടെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ 4 പ്രാവശ്യം സബ് ഇൻട്രസ്റ്റ് ഉന്നയിച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി 3 പ്രാവശ്യം ആ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം തന്നില്ല എന്ന്. ഞങ്ങൾ പണ്ട് പണം തന്നിട്ടുണ്ട്. പ്രളയ ദുരിതാശ്വാസ ഫണ്ട്, കളമശ്ശേരിയിലെ ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈന്റെ അടക്കം നേതൃത്വത്തിൽ നിങ്ങൾ കൊള്ളയടിച്ച പ്രളയ ഫണ്ട് എന്തായി അന്വേഷണം? നിങ്ങളെ ഫണ്ട് ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. 750 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയിട്ട് എത്ര രൂപ നിങ്ങൾ ചെലവഴിച്ചു? 15 കോടി രൂപ എടുത്ത് കേരളത്തിന്റെ ഹൈവേയുടെ ഓരങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മുഖം അച്ചടിച്ചു വെച്ചില്ലേ നിങ്ങൾ? 200 കോടി രൂപയ്ക്ക് 4ാം വാർഷികം ആഘോഷിച്ചില്ലേ? ചൂരൽമലയിലെ മനുഷ്യർക്ക് നിങ്ങൾ വാടക കൊടുത്തോ? അവരുടെ കിടക്കുന്ന വാടക കെട്ടിടത്തിന്റെ വാടക കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? അത് പറ്റാത്ത സർക്കാരിന്റെ പ്രതിനിധി ഈ അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ നടത്താൻ പാടില്ല. നിങ്ങൾ പറയുന്നതെല്ലാം അനാവശ്യമായിരുന്നു. നിങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ, നിലമ്പൂരിലെ വോട്ടർമാരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തെയാണ് നിങ്ങൾ ചർച്ച ചെയ്തത്? നിങ്ങൾ ജയശങ്കർ വക്കീലിന്റെ വീഡിയോ കണ്ടുവന്ന്, നിങ്ങൾ രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം കേട്ടുവന്ന്, രമേശ് ചെന്നിത്തല എന്താണ് പറഞ്ഞതെന്നും ജയശങ്കർ വക്കീൽ എന്താണ് പറഞ്ഞതെന്നും സാമാന്യ ബോധമുള്ള മനസ്സിലായിട്ടുണ്ട്. കേരളത്തിൽ 23-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ കേരളത്തിന്റെ പിടിച്ചുകൊണ്ട് അത് പിണറായി വിജയന്റെ 9 വർഷത്തെ ജനദ്രോഹ സർക്കാരിനെതിരായിട്ടുള്ള നിലമ്പൂരിലെ ജനങ്ങളുടെ കരണത്തുള്ള ആഞ്ഞാടിയുള്ള അടിയാണ്. പിണറായി വിജയന്റെ കരണത്തുള്ള അടി. കാരണം 2 കോടി രൂപയ്ക്ക് റീൽസ് എടുക്കുന്ന മുഖ്യമന്ത്രിയുടെ മരുമകന് മുഹമ്മദ് റിയാസിന് കൊടുക്കുന്ന അടിയാണ്. NH 150 അധികം സ്ഥലത്ത് പൊട്ടിപ്പൊളിഞ്ഞു പോയപ്പോഴും 39 ലക്ഷത്തിന് റീൽസ് എടുത്ത, 2 കോടി രൂപയ്ക്ക് റീൽസ് എടുത്ത ആ മന്ത്രി, ആ മരുമോനും മുഖ്യമന്ത്രിയൊക്കെ ഇന്ന് എവിടെയാ അരുൺകുമാറെ? അവരൊന്ന് റീൽസ് എടുക്കണ്ടേ? ഇവിടെ പാവപ്പെട്ടവന് 4 ലക്ഷം രൂപ വീട് വയ്ക്കാൻ കൊടുക്കുന്നത്. നിങ്ങൾ 2 കോടി രൂപയ്ക്കാ റീൽസ് എടുത്തത്. എത്ര ആളുകൾക്ക് വീട് വയ്ക്കാനുള്ള പണം?